ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശാരദയെ കാണാനായിട്ട് ജയബാലൻ വരുന്നുണ്ട്. വന്ന പാടെ തന്നെ അയാൾ ശാരദയോട് ഓരോന്നും പറഞ്ഞു കൊടുത്തു. കാവേരിയെക്കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. കാവേരിക്ക് എന്നെ തീരെ വിശ്വാസമില്ല ശാരദയെ. ഞാൻ ഇവിടെ എന്തൊക്കെയോ അടിച്ചു മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നോട് നല്ല രീതിയിൽ ചൂടായി. സത്യം പറഞ്ഞാൽ ഞാൻ അതിന് മാത്രം തെറ്റൊന്നും നിങ്ങളോട് ആരോടും ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഈ കുടുംബത്തെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. അരവിന്ദൻ പോയെങ്കിലും ആ കുടുംബത്തെ നോക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തം കൂടെയല്ലേ. അരവിന്ദൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും കാവേരി എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ഇത്രയും കാലം അയാൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നതൊക്കെ ഞാനല്ലേ. എന്നിട്ടിപ്പോൾ എന്നോടൊരു ബഹുമാനമില്ലാതെ ഞാൻ പണമൊക്കെ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നോട് ചീത്ത പറയുകയാണെന്നൊക്കെ കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ബാലചന്ദ്രൻ്റെ ഈ ഒരു കപടമുഖം കണ്ടുകൊണ്ട് വിഷമം വന്ന ശാരദ പറഞ്ഞു, അയ്യോ ജയബാലേട്ടൻ വിഷമിക്കേണ്ട കേട്ടോ. അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ അവളോട് നല്ലതുപോലെ ചോദിച്ചോളാം. പിന്നെ അത് മാത്രമല്ല ശാരദേ, ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഗംഗയുടെ കല്യാണക്കാര്യം. കല്യാണക്കാര്യമോ എന്ന് ശാരദ ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, അതെ, അവളെ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അരവിന്ദൻ മരിച്ചു എന്ന് കരുതിയിട്ട് അവൾക്ക് നല്ലൊരു ജീവിതം വേണ്ടേ. അവനുണ്ടായിരുന്നുവെങ്കിൽ ഗംഭീരമായിട്ട് തന്നെ അവളുടെ കല്യാണം നടത്തുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അവൾക്ക് പ്രായം കൂടി വരികയാണല്ലോ. അതുകൊണ്ട് നല്ലൊരു ചെക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ പെണ്ണ് കാണൽ ചടങ്ങ് നടത്താം. ശാരദ അല്പം മടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല അത് പിന്നെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പം അല്ല. ജയബാലേട്ടൻ അറിയാലോ ഞങ്ങളുടെയൊക്കെ അവസ്ഥ. അതൊന്നും സാരമില്ല ശാരദേ, അവരൊന്ന് വന്ന് കാണട്ടെ. നല്ലൊരു ചെറുപ്പക്കാരനാണ്. എനിക്ക് കുടുംബത്തേക്ക് നല്ല ബോധ്യമുണ്ട്. ഗംഗയ്ക്ക് പറ്റിയൊരു ബന്ധമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ശാരദ പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ വീട്ടുകാരോടൊന്ന് സംസാരിക്കട്ടെ. അവിടെ ഉണ്ടായിരുന്ന രാധമ്മ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശാരദയോട് ചോദിച്ചു, എടി നീ ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ വിനീത് ഉണ്ടല്ലോ, അവൻ നല്ലവനല്ലേ, അവനെ കൊണ്ട് ഗംഗയെ കെട്ടിച്ചാൽ പോരെ. അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു, അതൊന്നും ശരിയാവില്ലമ്മേ, അത് നമുക്ക് പറ്റിയ ബന്ധമൊന്നുമല്ല. നീ എന്താ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് രാധമ്മ ചോദിച്ചപ്പോൾ ജയബാലേട്ടൻ കൊണ്ടുവന്ന ആലോചനയെക്കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് ശാരദ പറഞ്ഞു. അങ്ങനെ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്തിന് ശാരദ ഈ ഒരു കല്യാണക്കാരൻ വീട്ടിൽ അവതരിപ്പിച്ചു. ജയബാലൻ ഒരു ആലോചനയുമായി വന്ന കാര്യം പറഞ്ഞപ്പോൾ കാവേരിക്ക് അതത്ര അങ്ങ് പിടിച്ചില്ല. അമ്മേ, ഞാനൊരു കാര്യം പറയാം. ആ ജയബാലൻ കൊണ്ടുവരുന്ന ആലോചന അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇപ്പോൾ? ഗംഗേച്ചിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എടി, നല്ലൊരു ആലോചന ജയബാലേട്ടൻ കൊണ്ടുവരുമ്പോൾ അതിന് സമ്മതിക്കല്ലേ വേണ്ടത്. നീ എന്തിനാ അതിനിങ്ങനെ തടസ്സം നിൽക്കുന്നത് എന്ന് ശാരദ ചോദിച്ചു. എനിക്കിതെന്തോ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാവേരി പറഞ്ഞപ്പോൾ, നിന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ എന്ത് വേണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാമെന്ന് ശാരദ കടുപ്പിച്ചു പറഞ്ഞു. ആ സമയത്തിന് രാധമ്മ വീണ്ടും വിനീതിൻ്റെ കാര്യം എടുത്തിട്ടു. അപ്പോൾ പിന്നെ യമുന പറയുന്നുണ്ട്, സുജാത ആൻറ്റിയുടെ അടുത്തേക്ക് ഗംഗേച്ചിയെ വിട്ടു കഴിഞ്ഞാൽ അവർ വെറുതെ വിടുവോ? ആൻറ്റിയുടെ സ്വഭാവം അറിയാലോ, അവർ ഗംഗേച്ചിയെ പൊളിച്ചെടുക്കും. ഇതൊക്കെ കേട്ട് ഗംഗയ്ക്ക് എന്തിനു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം അവളിപ്പോൾ വിനീതിനെ നിന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങുമായിരുന്നു. പിന്നീട് ജയബാലൻ വിളിച്ച് ചെക്കനും കൂട്ടനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും ചേർന്ന് ഗംഗയെ ഒരുക്കി. പക്ഷേ അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. നില ഒരു മാലയുമായി ചെന്നിട്ട് അമ്മ ഇടാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതൊന്നും വേണ്ട എന്ന് ഗംഗ വിഷമത്തോടെ പറഞ്ഞു. ശാരദ ഇതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ജയബാലൻ ചെക്കനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്കെത്തി. കാവേരി പുറത്തേക്ക് നോക്കിയപ്പോൾ ചെക്കനെ അവിടെയൊന്നും കാണുന്നില്ല. അവർ ഗംഗയോട് ചെന്ന് പറഞ്ഞു, ഗംഗേച്ചി, ചെക്കൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് ആളുകളുണ്ട്. ചെക്കൻ്റെ അമ്മ എന്ന് തോന്നുന്ന ഒരു സ്ത്രീയുണ്ട്. പക്ഷേ ചെക്കനെ കാണാനില്ല. കാവേരി ശാരദയോട് ചെന്ന് ചോദിച്ചു, അമ്മേ, ചെക്കൻ വന്നില്ലേ എന്ന്. ശാരദ ഈ കാര്യം ജയബാലനോട് ചോദിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചെക്കൻ വന്നല്ലോ. ദാ ഈ ഇരിക്കുന്നത് തന്നെയാണ് സിനൂബ്. തലയിൽ അങ്ങനെ മുടിയൊന്നൊന്നും പറയാനില്ല. നല്ല കഷണ്ടി, നല്ല പ്രായം തോന്നും, നല്ല വണ്ണവുമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് യമുനയും കാവേരിയും ശാരദയും ഒരുപോലെ ഞെട്ടിപ്പോയി. ജയബാലേട്ടാ, ഇതാണോ ചെക്കൻ എന്ന് ചോദിച്ചപ്പോൾ, അതെ, ഇവർ തന്നെയാണ് സിനൂബ് എന്ന് ജയബാലൻ പറഞ്ഞു. അപ്പോഴേക്കും ചെക്കൻ്റെ അമ്മ ന്യായീകരണവുമായി ഇറങ്ങി. ഇവന് പണ്ട് ടൈഫോയിഡ് വന്നപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോയതാണ്. പക്ഷേ സ്വഭാവം തങ്കമാണ്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്. ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി. ഇത് കേട്ട് ദേഷ്യവും സങ്കടവും വന്ന കാവേരി യമുനയും കൂടെ നേരെ ഗംഗയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അമ്മേ, ഇതെന്ത് ഭാവിച്ചാണ്? ആ ചെക്കനെ കണ്ടിട്ട് അമ്മക്കൊന്നും തോന്നുന്നില്ലേ? അമ്മയുടെ കണ്ണിൽ എന്താ കാഴ്ചയില്ലേ? ഇതിനാണോ ഗംഗേച്ചിയെ കൊടുക്കുന്നത് എന്ന് കാവേരി ചോദിച്ചു. ഗംഗേച്ചി, ഈ ആലോചന നമുക്ക് വേണ്ട എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പുറത്ത് ജയബാലനും കൂട്ടരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കല്യാണം നടത്തണമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോയി. ആ സമയത്താണ് വിനീത് അങ്ങോട്ടേക്ക് വരുന്നത്. വിനീത് നീളയോട് ചോദിച്ചു, ആരാ മോളെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയത് എന്ന്. ഗംഗേച്ചിയെ പെണ്ണ് കാണാൻ വന്നവരാണെന്ന് അറിഞ്ഞപ്പോൾ വിനീത് ആകെ തകർന്നു പോയി.
അയാൾക്കൊട്ടും മാച്ചാവില്ല. വിനീതായിരുന്നെങ്കിൽ നല്ല ജോഡിയായേനെ എന്ന് നീള കൂടി പറഞ്ഞപ്പോൾ വിനീതിന് അകത്തേക്ക് പോലും കയറാനാവാതെ ആകെ വിഷമിച്ച് തിരിച്ചു പോവാണ് വിനീത്. വീട്ടിൽ കാവേരി ശാരദയോട് വീണ്ടും തർക്കിച്ചു. അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനിപ്പോൾ ഇല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ശാരദ ചോദിച്ചു. ഞങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് കാവേരി ഉറപ്പിച്ചു പറഞ്ഞു. ഇതേ സമയം വിനീത് നവീനെ കണ്ട് സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാണ്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയടാ എന്ന് അവൻ പറഞ്ഞു കരഞ്ഞു. ജയബാലൻ വീണ്ടും ശാരദയെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി. പ്രായം നോക്കേണ്ട, കാശുണ്ടോ എന്ന് നോക്കിയാൽ പോരെയെന്ന് അവരുപദേശിച്ചു. ശാരദ ഗംഗയോട് ചോദിച്ചപ്പോൾ അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വിധിക്ക് കീഴടങ്ങി. പിന്നീട് ജയബാലൻ രാജേശ്വരിയെ കണ്ടുകൊണ്ട് തന്നെ കാവേരി വീട്ടിൽ പുതിയ ഹോം സ്റ്റേ തുടങ്ങി ആ ഒരു വിവരം പറഞ്ഞ് വിഷം കുത്തിവെച്ചു. ദേഷ്യം വന്ന രാജേശ്വരി ഹോം സ്റ്റേയിൽ ചെന്ന് കാവേരി ഗസ്റ്റുകളെ സ്വന്തം ഹോം സ്റ്റേയിലേക്ക് വിടുന്നത് കണ്ട് അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പക്ഷേ കാവേരി തളരാതെ തന്നെ അവരെ വെല്ലുവിളിച്ചു. രാജേശ്വരി പിന്നീട് കാവേരിയുടെ ഹോം സ്റ്റേ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുടിയന്മാരെയൊക്കെ അങ്ങോട്ടേക്ക് വിട്ടു. അവർ രാത്രി അവിടെ വന്ന് ബഹളമുണ്ടാക്കി. കാവേരിയുടെ മുറിയിൽ വന്ന് മുട്ടിയപ്പോൾ വിനീതിനെയും നവീനെയും വിളിച്ചു വരുത്തി അവന്മാരെ അവിടെ നിന്നും തള്ളി ഓടിച്ചു. ശാരദ കാവേരിയെ കുറ്റപ്പെടുത്തിയെങ്കിലും ഇത് രാജേശ്വരിയുടെ പണിയാണെന്ന് കാവേരിക്ക് മനസ്സിലായിരുന്നു. ഇനി കാവേരിയുടെ തിരിച്ചടിയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കാവേരി വെറുതെ ഇരിക്കാനൊന്നും ഭാവമില്ലായിരുന്നു. രാജേശ്വരി വിട്ട ഗുണ്ടകളെ വിനീതും നവീനും ചേർന്ന് കൈകാര്യം ചെയ്തതോടുകൂടി തന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. പിറ്റേന്ന് തന്നെ അവൾ നേരെ രാജേശ്വരിയുടെ ഓഫീസിലേക്ക് ചെന്നു. അവൾ മുഖത്തു നോക്കി പറഞ്ഞു, താൻ വിട്ട ആ കുടിയന്മാരെ കൊണ്ട് തന്നെ തൻ്റെ ഈ ഹോം സ്റ്റേ പൂട്ടിക്കാനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മര്യാദക്ക് ഗംഗേച്ചിയുടെ കല്യാണമാലോചനയിൽ നിന്നും ജയബാലിനെ പിന്തിരിപ്പിച്ചേക്കണം. കാവേരിയുടെ ഈ ഒരു ധൈര്യം കണ്ടപ്പോൾ രാജേശ്വരി ഒന്ന് പതച്ചു. ഇതേ സമയം ജയബാലൻ ശാരദയെ വിളിച്ച് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ധൃതി വെക്കുന്നുണ്ടായിരുന്നു. സിനൂപിൻ്റെ വീട്ടുകാർ അഡ്വാൻസ് തുകയുമായി അന്ന് വൈകുന്നേരം തന്നെ വരുമെന്ന് അയാൾ അറിയിച്ചു. ഗംഗ തൻ്റെ മുറിയിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. വിനീത് ആവട്ടെ തനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന സങ്കടത്തിൽ നാടുവിടാൻ തീരുമാനിച്ചു. എന്നാൽ കാവേരി വിട്ടുകൊടുത്തില്ല. അവൾ സിനൂപിനെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചപ്പോൾ അയാൾ നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണ് എന്നും ആ സ്ത്രീപീഡനം കാരണം വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് എന്ന സത്യം കണ്ടെത്തി. വൈകുന്നേരം ജയബാലനും സിനൂപിൻ്റെ വീട്ടുകാരും ശാരദയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോൾ കാവേരി സിനൂപിൻ്റെ ആദ്യ ഭാര്യയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആദ്യ ഭാര്യയെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. സിനൂപിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി കാവേരി വിളിച്ചു പറഞ്ഞപ്പോൾ ശാരദക്ക് തൻ്റെ ആ ഒരു വലിയ തെറ്റ് മനസ്സിലായി. അവൾ ജയബാലൻ്റെ കർണത്തിട്ടൊരൊറ്റൊന്നങ്ങ് പൊട്ടിച്ചു. അയാളെയും ആ സംഘത്തെയും അവിടെ നിന്നും ഇറക്കി വിട്ടു. നിശബ്ദരായിരുന്ന ഗംഗയുടെ അടുത്തേക്ക് ചെന്ന് ശാരദ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ മാപ്പ് ചോദിച്ചു. തുടർന്ന് നിവിനും കാവേരിയും ചേർന്ന് വിനീതിനെ തടഞ്ഞു നിർത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒടുവിൽ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ ഗംഗയുടെയും ഇഷ്ടപ്രകാരം തന്നെ ഗംഗയുടെയും വിനീതിൻ്റെയും വിവാഹം അവിടെ വെച്ച് ഉറപ്പിച്ചു. തൻ്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് സ്വന്തം ഹോം സ്റ്റേയുടെ പേര് അരവിന്ദം എന്ന് മാറ്റിക്കൊണ്ട് കാവേരി പുതിയൊരു ജീവിതം തുടങ്ങി. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.